ഈ ആഴ്ച അപ്പസ്തോല കെരിസോയുടെ അപ്പസ്തോല പ്രഘോഷണത്തിന്റെ മാർഗം എന്താണ്? അത് സ്വന്തമാക്കാനുള്ള മാർഗം എന്താണ്? അത് മാർഗമെല്ലാം ഒന്ന് തന്നെയാണ്. യേശുവിന്റെ പ്രഘോഷണത്തിലും മാർഗം വിശ്വാസവും മാനസാന്തരവുമാണ്. അപ്പസ്തോലന്മാരുടെ പ്രഘോഷണത്തിലും അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഈ ആഴ്ച കുറച്ചും കൂടെ ആ തലത്തിൽ അതിലേക്ക് ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16:31 2:38 ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ ജനം ചോദിച്ച ചോദ്യമാണ്, രക്ഷ പ്രാപിക്കുന്നതിനായി ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിനുള്ള മറുപടി അപ്പസ്തോല പ്രവർത്തനം 16:31 തന്നെയുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അപ്പസ്തോല പ്രവർത്തനം 20:21 വരുമ്പോൾ ദൈവത്തിലേക്കുള്ള മനപരിവർത്തനവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവുമാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ കൃത്യമായി വചനം പറയുന്നുണ്ട്. അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിച്ചപ്പോഴും യേശുക്രിസ്തുവിലൂടെ പൂർത്തിയായ രക്ഷ സ്വന്തമാക്കാൻ ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതും മാനസാന്തരപ്പെടുക, മനപരിവർത്തനം, ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ആഴ്ച നമ്മൾ യേശുവിന്റെ പ്രഘോഷണത്തിലും നമ്മളത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ ഒരു വശമാണ് നമ്മൾ ഇന്ന് കണ്ട് മുന്നോട്ട് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ രക്ഷ സ്വന്തമാക്കാൻ യേശുക്രിസ്തുവിലൂടെ ലോകത്തിലേക്ക് വന്നു ചേർന്ന യേശുക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം സ്വന്തമാക്കാൻ, ഈ ലോകത്തിന്റെ അവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർ സ്വന്തമാക്കാൻ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യുത്തരം. അതൊന്ന് വിശ്വാസ പ്രത്യുത്തരമാണ്, ഒന്ന് മാനസാന്തര പ്രത്യുത്തരമാണ്. വിശ്വാസ മാനസാന്തര പ്രത്യുത്തരമാണ്. അതായത് സമ്പൂർണമായ സമർപ്പണം എന്ന് നമുക്ക് അതിനെ വിളിക്കാം. പരിപൂർണമായ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നുള്ള പിന്മാറ്റം മാത്രമല്ല, പകരം പരിപൂർണമായി ദൈവത്തിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നതാണ്. രക്ഷയ്ക്കായിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല. വേറെ ഒരു വഴികളിലൂടെയും നമുക്ക് രക്ഷ സ്വന്തമാക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ വിശ്വാസത്തിന്റെയും മാനസാന്തരത്തിന്റെയും പ്രത്യുത്തരമാണ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നമ്മുടെ സമർപ്പണമാണ്. ദൈവഹിതം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് രക്ഷയ്ക്കായിട്ടുള്ള മാർഗങ്ങളായി വിശുദ്ധ വചനങ്ങൾ, സഭാ പ്രബോധനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസം എഫെസസ് 2:8 നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായി അവിടുത്തെ പുത്രനെ നമുക്ക് തന്നു. ആ പുത്രൻ പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിച്ച് പീഡകൾ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട് സകല മനുഷ്യരുടെയും രക്ഷ സ്വന്തമാക്കി. അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായി എൻ്റെ രക്ഷയ്ക്കായി അവൻ്റെ ജീവിതത്തെ സ്വയം ബലിയായി നൽകി പാപം ചെയ്യാത്തവനായ ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് വഴിയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ ആരും ബലം കൊടുത്ത് പൈസ കൊടുത്ത് നേടിയെടുക്കുന്നതല്ല എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഗലാത്യർ 2:16 നമ്മൾ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ വായിക്കുകയും കൂടെ ചെയ്യാവോ? നമുക്ക് എളുപ്പമുണ്ടല്ലോ. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. വളരെ കൃത്യമാണ്. അന്ന് വരെ പഴയ നിയമത്തിന്റെ ചരിത്രത്തിൽ നിയമത്തിന്റെ വഴികളിലൂടെ പോകുമ്പോൾ രക്ഷയുണ്ട് എന്നുള്ളതായിരുന്നു. എങ്കിൽ ക്രിസ്തുവിൽ വെളിപ്പെട്ടത് നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് നാം നീതീകരിക്കപ്പെടേണ്ടതിന്. നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ. എന്താണ് ആ വിശ്വാസം? യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നുവെന്നും അത് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ടാണ് അവൻ വന്നതെന്നും അവൻ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി, എൻ്റെ പാപത്തിന് പരിഹാരമായി പാപി അല്ലാതിരുന്ന അവിടുന്ന് പാപത്തിന്റെ വേദനമായ മരണം കുരിശിൽ സ്വീകരിച്ചു. പാപിയെ പോലെ അവിടുന്ന് മരിച്ചു. അവിടുന്ന് ആ പാപത്തിന്റെ വേദനമായ മരണത്തെ അതിജീവിച്ച് ഉത്ഥാനം ചെയ്തു.
ആ ഉത്ഥാനം ചെയ്തവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ഇനി പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ നമുക്ക് തന്നു. ഇത് യേശുക്രിസ്തുവിലൂടെ എനിക്ക് കൈവന്നതാണ് എന്ന് വിശ്വസിക്കുന്നതിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? എനിക്ക് രക്ഷ കൈവരുന്നത് എന്നാണ് ഗലാത്യർ 2:16 നാം വായിക്കുന്നത്. താങ്ക് യു അച്ഛാ. വിശ്വാസം ദൈവത്തിന്റെ വെളിപ്പെടുത്തലോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ്. ദൈവം വെളിപ്പെടുത്തുന്ന ദൈവികമായ വെളിപ്പെടുത്തലിനോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ്. എന്നാൽ നമുക്കറിയാം, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാം ദൈവികമായ വെളിപ്പെടുത്തലിന് പ്രത്യുത്തരം നൽകി. പൂർവ്വ പ്രവാചകന്മാർ, രാജാക്കന്മാർ, ന്യായാധിപന്മാർ ഇവരെല്ലാം ഈ ദൈവികമായ വെളിപ്പെടുത്തലിന് പ്രത്യുത്തരം നൽകി. അവസാനത്തെ പ്രവാചകൻ എന്ന നിലയിൽ യോഹന്നാനും ദൈവികമായ വെളിപ്പെടുത്തലിന് പ്രത്യുത്തരം നൽകുന്നുണ്ട്. എന്താണ്? യേശുക്രിസ്തുവിന്റെ മരണം വഴി നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി ദൈവവുമായി നമ്മൾ സമാധാനത്തിലായി കഴിഞ്ഞു എന്നുള്ളത് ദൈവികമായ വെളിപ്പെടുത്തലാണ്. വിശുദ്ധരെന്ന് നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നത് വഴി നമുക്ക് മനസ്സിലാകുന്നു, ഇനിമേൽ നമ്മൾ പാപത്തിന്റെ അടിമകളോ സാത്താന്റെ ദാസരോ അല്ല. നമ്മളുടെ ഉടമസ്ഥാവകാശം യേശുക്രിസ്തുവിൽ കൈവന്നു കഴിഞ്ഞു. അങ്ങനെ സാത്താന്റെ ദാസരോ അല്ല. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും നമ്മൾ പരിപൂർണമായും മോചിതരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. യേശുക്രിസ്തു വഴി യേശുക്രിസ്തു നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായി മോചിപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും, അങ്ങനെ വിശ്വസിക്കുന്നത് വഴി ദൈവവുമായിട്ടും സഹോദരനുമായിട്ടും ലോകവുമായിട്ടും നമ്മോട് തന്നെ ഒരു പുതിയ ബന്ധമുണ്ടായി. എന്താണത്? ദൈവം പിതാവ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാം, ഞാൻ അവിടുത്തെ മകനാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്ന മകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ചുറ്റും ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സഹോദരങ്ങളാണ്. അങ്ങനെ ദൈവത്തെ അപ്പ എന്ന് ഞാൻ വിളിക്കുകയും എല്ലാവരും എൻ്റെ സഹോദരങ്ങളാകുകയും ചെയ്യുമ്പോൾ ഈ ലോകം എൻ്റെ കുടുംബമാണ്. ഈ ലോകം മുഴുവൻ എൻ്റെതാണ്. അപ്പൊ ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്. ഞാൻ ദൈവത്തെ അപ്പന്റെ മകൻ എന്ന നിലയിലാണ് ഞാൻ ജീവിക്കേണ്ടത്. ആ നിലയിൽ ഞാൻ സഹോദരനാണ്. സഹോദരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഈ ലോകത്തോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്. അപ്പൊ ഒരു പുതിയ രീതിയിലുള്ള ബന്ധം, പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ അനുഭവമായി തീരുന്നു. ഇതാ വിശ്വാസത്തിന്റെ ഭരണത ഫലമായി നമുക്കുള്ള പ്രത്യുത്തരം എന്ന് പറയുന്നത്. അപ്പൊ അത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ നമ്മൾ ഇന്നിവിടെ നോക്കിക്കാണുമ്പോൾ ഈ വിശ്വാസത്തിന് 3 തലങ്ങൾ നമ്മളൊന്ന് കാണുകയാണ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ പ്രഘോഷണത്തിന്റെ കെരിസോയുടെ മാർഗം, വിശ്വാസവും മാനസാന്തരവും എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ കണ്ടതെങ്കിൽ കുറച്ചും കൂടെ അതിനെ കഴിഞ്ഞും ഉയർന്ന ഒരു തലത്തിൽ നമ്മൾ കാണുകയാണ്. വിശ്വാസം 3 തലങ്ങളുണ്ട്. ഒന്ന് പ്രബോധനപരമാണ്, അത് അംഗീകരിക്കുകയാണ്. അതൊരു ബുദ്ധിയുടെയും അറിവിന്റെയും ബോധത്തിന്റെയും ഒക്കെ തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആശ്രയാധിഷ്ഠിതമാണ്, ആ ഒരു ബന്ധത്തിൽ നിന്നുള്ള ഒന്നാണ്, ആശ്രയിക്കുന്നതിൽ ഉള്ള ഒരു വിശ്വാസമാണ്. 3 പ്രതീക്ഷാനിർഭരമായ വിശ്വാസമാണ്. ഈ ആശ്രയത്വത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും പറയാതെ നമ്മൾ അന്ധമായി ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുകയാണ്, അവൻ പറയുന്നതനുസരിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഓരോന്ന് കണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രമാണാധിഷ്ഠിതം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തീയ പഠനങ്ങളെ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ക്രിസ്തീയ വിശ്വാസ പഠനങ്ങളെല്ലാം നാം പഠിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടോ തൊട്ടു നോക്കിയിട്ടോ അറിയിട്ടോ ഒന്നുമല്ല. പക്ഷെ ഈ പഠനം നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുപറയുകയാണ്. ആ വിശ്വാസ പ്രമാണം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു, പഠിക്കുന്നു. ക്രിസ്തു ദൈവമാണ് എന്നുള്ളത് നമ്മൾ പഠനങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, സഭയുമായി ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രമാണാധിഷ്ഠിതമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ അപ്പന്റെയും അമ്മയുടെയും മകനാണ്. ഞാൻ അപ്പ എന്ന് എൻ്റെ അപ്പനെ ആദ്യകാലം മുതൽ വിളിച്ചത് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിഞ്ഞത് കൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടോ അല്ല. അമ്മ വിളിച്ചു, പറഞ്ഞു തന്നു, ബാക്കിയുള്ളവർ പറഞ്ഞു തന്നു. അങ്ങനെ ഇപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അപ്പ എന്ന് വിളിക്കുന്നതിന്റെ തുടക്കം എങ്ങനെയാണ്? അവർ അമ്മ വിളിക്കുന്നു, ബാക്കിയുള്ളവർ വിളിക്കുന്നു, അത് കേട്ട് കുഞ്ഞുങ്ങൾ വിളിക്കുന്നു. സാവധാനം വളർന്നു വരുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, ഇന്ന ആളുടെ
മകനാണ് ഞാൻ, ഇന്നയാൾ എൻ്റെ അപ്പനാണ്, ഇന്നയാള് എൻ്റെ അമ്മയാണ്. അപ്പൊ അത് സാവധാനം മനസ്സിലാക്കി വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് ഇപ്പൊ എൻ്റെ അപ്പന്റെ സ്വത്തെല്ലാം എനിക്ക് കിട്ടുമെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ ജനിച്ചതുകൊണ്ടും അപ്പന് ഉള്ള സമ്പത്തിന്റെ ഒക്കെ ഭാഗം എൻ്റെയും കൂടി ഭാഗമാണ്. ആ സ്വത്ത് വീതം വെക്കുമ്പോൾ അത് എൻ്റേതും കൂടിയാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അത് ഈ ലോകത്തിന്റെ, ഈ നാടിന്റെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ, നമ്മുടെ കാര്യങ്ങളുടെ ഒക്കെ ഭാഗമാണ് എന്ന് ഞാൻ അതൊരു പ്രമാണാധിഷ്ഠിതമാണ്. അപ്പൊ ഞാൻ കോടതിയിൽ പോകുമ്പോൾ എന്താണ്, അപ്പനെന്ന് പറഞ്ഞ വാക്ക് പറയുന്നത് കൊണ്ടല്ല, ഞാൻ എൻ്റെ സ്വത്തിന് വേണ്ടി ഞാൻ കോടതിയിൽ പോയാൽ, നമ്മൾ ആരെങ്കിലും പോയാൽ അതിലൊരു പ്രമാണാധിഷ്ഠിതമുണ്ട്. അപ്പന്റെ സ്വത്തിന് അവകാശമാണ് എന്നുള്ള ഒരു ബോധവും പഠനവും അറിവും തിരിച്ചറിവും എനിക്കുണ്ട്. അത്തരത്തിൽ നമ്മൾ നോക്കിയാൽ അത് വളരെ ലളിതമായൊരു കാര്യം. അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതുപോലെയാണ് പ്രമാണാധിഷ്ഠിതമായ വിശ്വാസം എന്ന് പറയുന്നത്. സഭ ഇന്നോളം സഭ പഠിച്ചതും മനസ്സിലാക്കിയതും പഠിപ്പിക്കുന്നതുമായ എല്ലാ ക്രിസ്തീയമായ വിശ്വാസ സത്യങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ എൻ്റെ സ്വന്തമാക്കുന്നു. ആവശ്യമാണ്, പ്രമാണാധിഷ്ഠിതമായ വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന കണ്ണടച്ച് എന്തെങ്കിലും ഉള്ള മനസ്സിലാക്കലല്ല. വർഷങ്ങളോളം തലമുറകളായി കൈമാറ്റം ചെയ്ത് അനേകരുടെ വിശ്വാസ ജീവിതത്തിന്റെ, അറിവിന്റെ, അനുഭവത്തിന്റെ, പഠനത്തിന്റെ പിൻബലത്തിൽ നിന്ന് ഇന്ന് സഭ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന വിശ്വാസമാണ് ഇത്, പ്രമാണാധിഷ്ഠിതമായ വിശ്വാസം. അപ്പൊ ആ തലം ഉണ്ട്, അത് ആവശ്യമാണ്, അത് നാം മനസ്സിലാക്കണം, ഞാനത് പഠിക്കണം, ഞാനത് ഗ്രഹിക്കണം, അതിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വെക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ആശ്രയപരമായ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് പ്രമാണാധിഷ്ഠിതമായ വിശ്വാസത്തിനെ കഴിഞ്ഞും കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്ന, കുറച്ചും കൂടെ ആഴമുള്ള ഒന്നാണ്. എന്താണത്? ദൈവത്തിന്റെ നന്മയിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റുമെന്ന് ഞാൻ അങ്ങ് മനസ്സിലാക്കുകയാണ്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ നേടിയെടുത്ത യോഗ്യതയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ദൈവകരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം മക്കൾ മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നത് പോലെ. എൻ്റെ കൊച്ചിന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പറയാണ്, അപ്പ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ 10 രൂപ കൊടുക്കാൻ പറഞ്ഞു, അപ്പ 10 രൂപ താ എന്ന് പറയുന്നത് അപ്പനിൽ കുഞ്ഞ്, മാതാപിതാക്കളിൽ കുഞ്ഞ് ആശ്രയിക്കുന്നതാണ്. കുഞ്ഞിന് വിശക്കുമ്പോഴേ എനിക്ക് വിശക്കുന്നു എന്ന് കുഞ്ഞ് അപ്പനോടും അമ്മയോടും പറയുന്നത് തൻ്റെ വിശപ്പ് ശമിപ്പിക്കാൻ അപ്പനും അമ്മയ്ക്കും പറ്റുമെന്ന വിശ്വാസമാണ്. അതൊരു ആശ്രയപര വിശ്വാസമാണ്. വിശുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ കാറ്റ് വളരെ പ്രതികൂലമായി, ഈശോ തോണിയുടെ അമരത്ത് തല വെച്ച് കിടന്നുറങ്ങുന്നു. ഈ ശിഷ്യന്മാർ ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം കണ്ടിട്ടുള്ളവരാണ്. കാറ്റടിച്ച് വള്ളത്തിൽ വെള്ളം നിറഞ്ഞ് വള്ളം മുങ്ങുമെന്ന നിലകളിലേക്കൊക്കെ എത്തുമ്പോൾ ജീവിതം തീർന്നു പോകുമെന്ന് അവർ കരുതുന്ന ഒരു സമയത്ത് അവർ ഈശോയെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഈശോയ്ക്ക് സാധ്യമാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയവൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനാവും. അങ്ങനെ ഒരു ആശ്രയത്വം ശിഷ്യന്മാർ യേശുവിൽ വിൽക്കുകയാണ്. യേശു എഴുന്നേറ്റു, കാറ്റും കടലും ശാന്തമാകാൻ പറഞ്ഞു, ശാന്തമായി. അപ്പം വർദ്ധിപ്പിക്കുന്നത്, അത്രയും ജനം ആ ദിവസങ്ങളിലെല്ലാം തന്നോടൊപ്പം ആയിരുന്നു. അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിശപ്പെല്ലാം കണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ആവശ്യത്തിന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അപ്പൊ സോനന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, 200 രൂപയുണ്ട്, അതിന് വാങ്ങിയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും ഈ ജനത്തിന് മുഴുവൻ? അവിടെ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ കയ്യിലെന്തുണ്ട്? അത് കൊണ്ടുപോവാ. അവർ 5 അപ്പവും 2 മീനും കൊണ്ടുപോയി കൊടുക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞത് കേട്ട് ആളുകളെ ലൈനായിട്ട് ഇരുത്തുന്നു. അപ്പോഴൊന്നും അപ്പം ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ വിശ്വസിച്ച് അങ്ങനെ ഇരുത്തുകയും അവരുടെ അപ്പക്കുട്ടയിൽ ഒരപ്പവും 1 മീനുമാണുള്ളത്. എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വിളമ്പുന്നതനുസരിച്ച് അതിൽ വന്ന് നിറയുകയാണ്, വീണ്ടും വീണ്ടും വരികയാണ്. അത് ഒരാശ്രയത്വപരമാണ്. കുഷ്ഠരോഗികൾ വന്നു പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സുഖപ്പെടുത്താനാവും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. യേശുവിന്റെ അത്ഭുതങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ ആശ്രയിച്ചവരെ യേശു സുഖപ്പെടുത്തും നമുക്കറിയാം. അപ്പം അടുത്തൊരു തലമാണ് ആശ്രയപരമായ വിശ്വാസം. നമ്മുടെ വിശ്വാസം പ്രമാണാധിഷ്ഠിതമായ വിശ്വാസമാണോ? അതിലാണോ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? അതോ ആ വിശ്വാസം ഉള്ളപ്പോൾ തന്നെ കുറച്ചുകൂടി ആശ്രയപരമായ വിശ്വാസത്തിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ടോ? രണ്ടാമത്തെ ഒരു തലമാണ്. 3 പ്രതീക്ഷാനിർഭരമായ വിശ്വാസമാണ്.
ഏറ്റവും ശക്തമായ വിശ്വാസമാണ്, പവർഫുൾ ആയിട്ടുള്ള വിശ്വാസമാണ് എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ഇവിടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും, ദൈവമഹത്വം കാണും, ദൈവം വെളിപ്പെടുത്തുന്നത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുകയാണ്. ചോദ്യം ചെയ്യാതെ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസമാണ് പ്രതീക്ഷാ നിർഭരമായ വിശ്വാസം. അത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ കൊച്ച് ഒരു 5 മീറ്റർ മുമ്പിൽ ഇങ്ങനെ നടന്നു പോകുന്നു, അപ്പനും മകനും പുറകിൽ, അമ്മയും പുറകിൽ നടന്നു പോകുന്നു. പെട്ടെന്ന് അവിടുന്ന് ഒരു പട്ടി ഓടി വരികയാണ്. കൊച്ച് എന്ത് ചെയ്തു? തിരിഞ്ഞ് ഓടി വന്ന് നേരെ കൈപൊക്കി അപ്പന്റെ തോളയിൽ, അമ്മയുടെ തോളയിൽ കയറുകയാണ്. അതിന്റെ തോളെ കയറി ഇരുന്നിട്ട് വേണമെങ്കിൽ പട്ടിയെ വെല്ലുവിളിക്കും. പട്ടിയെ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, എന്നെ കാണിച്ചു തരാടാ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് കൊച്ച് പട്ടിയെ വെല്ലുവിളിക്കും. കാരണം അങ്ങനെ വെല്ലുവിളിക്കുന്നത് എന്താണ്? ഞാൻ അപ്പന്റെ മുകളിലാണ് ഇരിക്കുന്നത്, ഒന്നല്ല 1000 പട്ടി വന്നാലും അപ്പൻ എന്നെ സഹായിക്കും, അപ്പൻ അതിനെല്ലാം ഓടിച്ചു വിടും. അത്രയും വലിയൊരു പ്രതീക്ഷയാണ് ആ കുഞ്ഞിനുള്ളത്. അതുകൊണ്ടാണ് കുഞ്ഞ് അവിടെ ഇരുന്ന് വെല്ലുവിളി നടത്തുന്നത്. ആ തോളയിലിരുന്ന് സമാധാനത്തോടെ ചിരിച്ചുകൊണ്ട് കൊച്ചിരിക്കുന്നത് ആ പ്രതീക്ഷാ നിർഭരമായ വിശ്വാസമുള്ളിടത്താണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു, തന്റെ പ്രശ്നങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു, അടുത്ത് ചെല്ലണമെന്ന് ആഗ്രഹിച്ചു. ഒന്നും നടന്നില്ല. പക്ഷെ ഭയങ്കര പ്രതീക്ഷാ നിർഭരമായ ഒരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു ആ സ്ത്രീ. വിശ്വസിച്ചു, എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ, ചെന്ന് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പിൽ തൊട്ടാൽ മതി. കാരണം ഞാൻ ഇന്നോളം കേട്ടെടുത്ത്, ഞാൻ കണ്ടെടുത്ത് എത്രയെത്ര അനുഭവങ്ങളാണ് തൻ്റെ മുമ്പിലുള്ളത്. അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അനുഭവമാണ്. തളർവാദ രോഗിയെ കിടക്കയോടെ എഴുന്നേറ്റ് വന്ന് അവനെ എടുത്തോണ്ട് വന്നവനെ സുഖപ്പെടുത്തിയത് അനുഭവമാണ്. ബെസൈദ കുളക്കരയിൽ കിടന്നവനെ സുഖപ്പെടുത്തിയത് അനുഭവമാണ്. രക്തസ്രാവക്കാരി ആ പ്രതീക്ഷയിൽ നിന്ന് ആ വസ്ത്രത്തിന്റെ വെളുമ്പിൽ തൊടുകയാണ്. ഒരർത്ഥത്തിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ വെളുമ്പാണോന്ന് പോലും ഉറപ്പുണ്ടാവില്ല, അത്രയും തിക്കിത്തിരക്കി ജനം നിൽക്കുകയാണ്. അവൾ സൗഖ്യം പ്രാപിക്കുകയാണ്. ജനക്കൂട്ടത്തെ പറഞ്ഞു വിട്ടിട്ട് ശിഷ്യന്മാരെ ഈശോ അപ്പുറത്തേക്ക് വള്ളത്തിൽ വിട്ടു. ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയി. രാത്രിയുടെ അങ്ങേയറ്റ യാമത്തിൽ ഈശോ പോകുമ്പോൾ വള്ളം എത്ര തുഴഞ്ഞിട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല, അവർ മടുത്തു. ആ സമയത്താണ് ഈശോ കടലിന് മീതെ നടന്നു വരുന്നത്. യേശുവിനെ അവരെ കണ്ട് യേശു കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ ഇവര് ഭൂതമാണ്, പ്രേതമാണെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുമ്പോൾ ഈശോ പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അപ്പൊ പത്രോസിനൊരാഗ്രഹം. പത്രോസ് പറഞ്ഞു, ഞാനും അങ്ങ് വന്നോട്ടെ. ഈശോ പറഞ്ഞു, വരൂ. യേശുവിന്റെ മുഖത്ത് നോക്കി, യേശുവിന്റെ കണ്ണിൽ നോക്കി, മറ്റൊന്നും ചിന്തിക്കാതെ പത്രോസ് കാലെടുത്ത് വെച്ചു. വെള്ളത്തിന് മുകളിലൂടെ പത്രോസ് നടക്കുകയാണ്. പത്രോസിന്റെ ശ്രദ്ധ മാറിയപ്പോഴാണ് വെള്ളത്തിൽ താണുപോകുന്നത്. അപ്പൊ ഭയങ്കര പ്രതീക്ഷയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്ന, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കാമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷാ നിർഭരമായ വിശ്വാസം ക്രിസ്തുവിൽ അർപ്പിച്ച മനുഷ്യരുടെ ജീവിതത്തിന് വരുന്ന വ്യതിയാനം നമുക്കറിയാം. ഈശോ ചോദിക്കുന്ന ചോദ്യം അന്ധനായ മനുഷ്യനോടും അതുതന്നെ ഇന്ന് നമ്മളോടും രക്തസ്രാവക്കാരിയോടും ഒക്കെ ചോദിക്കുന്നത് പോലെ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ വലിയ ഒരു പ്രതീക്ഷാ നിർഭരമായ വിശ്വാസം നമുക്കുണ്ടാകണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രമാണാധിഷ്ഠിതമായ വിശ്വാസം ഉണ്ടാകണം. അവിടെ നിന്ന് കുറച്ചും കൂടി ആഴത്തിൽ ആശ്രയപരമായ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം. അവിടെ നിന്ന് ഏറ്റവും ആഴമായ പ്രതീക്ഷാ നിർഭരമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കണം. വിശ്വാസം 2-3 തലത്തിൽ നോക്കിയാൽ ഒന്ന് നഷ്ടപ്പെടുത്തലാണെന്ന് പറയാം. ഈ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു കാരണമാണ്. അബ്രഹാം വിശ്വസിച്ചു, അവൻ നഷ്ടപ്പെടുത്തി. പൂർവ്വപിതാക്കന്മാർ, രാജാക്കന്മാർ എല്ലാവരും വിശ്വസിച്ച് നഷ്ടപ്പെടുത്തി. നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിലൂടെ എടുത്തു വന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവ് വിശ്വസിച്ചപ്പോൾ എന്തേരം കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ വളർച്ച നഷ്ടപ്പെടുത്തലിന്റെ വളർച്ചയാണ്. നമ്മൾ എന്താണ് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ വിശ്വസിക്കുന്നതിന്റെ ആഴമനുസരിച്ച് നമുക്കറിയാം, ഭൗതികമായി ലോകത്തിൽ തന്നെ നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചാലാണ് നഷ്ടമുണ്ടാവുക. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിശ്വസിച്ചു. അവൻ എന്നോട് പറഞ്ഞു 10 മണിക്ക് നീ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കണം, ഞാൻ വരും. ഞാൻ അവിടെ പോയി 11 മണി വരെ നിന്നു. 1 മണിക്കൂർ നഷ്ടപ്പെടുത്തിയത് അവൻ എത്തുമെന്ന വിശ്വാസത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസത്താൽ നാം എന്തൊക്കെ നഷ്ടപ്പെടുത്തി എന്ന് നാം നമ്മളോട് നിരന്തരം ചോദിക്കണം. അപ്പൊ വിശ്വാസം ഒരു നഷ്ടപ്പെടുത്തലാണ്. അബ്രഹാം നഷ്ടപ്പെടുത്തിയതുപോലെ
ഇസഹാക്ക്, യാക്കോബ്, പൂർവ്വപിതാക്കന്മാർ, രാജാക്കന്മാരൊക്കെ നഷ്ടപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സ്വയം തന്നെ തന്നെ നൽകിയതുപോലെ, യോസേപ്പ് പിതാവ് നഷ്ടപ്പെടുത്തിയതുപോലെ അവരൊക്കെ ജീവിതത്തിലെ ഉറക്കങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? രണ്ട് വിശ്വാസം എന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. അബ്രഹാം കാത്തിരുന്നു, പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ എല്ലാവരും കാത്തിരുന്നു, പരിശുദ്ധ അമ്മ കാത്തിരുന്നു, യോസേപ്പ് പിതാവ് കാത്തിരുന്നു, അപ്പസ്തോലന്മാർ കാത്തിരുന്നു. നഷ്ടപ്പെടുത്തലേക്ക് വരുമ്പോൾ നമുക്കറിയാം അപ്പസ്തോലന്മാരെല്ലാവരും തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി. അപ്പൊ വിശ്വാസം ഒരു കാത്തിരിപ്പാണ്, പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. അപ്പൊ നഷ്ടപ്പെടുത്തൽ നമ്മുടെ ഉള്ളിൽ വളരുന്നതോടൊപ്പം പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും കാത്തിരിക്കുന്ന ഒന്ന്, പ്രേമിക്കുന്ന ആളെ കാത്തിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ആളുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ അറിയാം. ഓരോ ആളും കടന്നു പോകുമ്പോഴും ഓരോ ആൾ, ഇങ്ങനെ ബസ്സിൽ നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഓരോ ബസ് വരുമ്പോഴും അതിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങുമ്പോഴും അത് ഞാൻ നോക്കിയിരിക്കുന്ന ആളാണ് എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒന്ന് വിശ്വാസം പണിതുയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തോട്, സഭയോട്, ദൈവത്തിന്റെ മറ്റു മനുഷ്യരോടൊക്കെ നമ്മുടെ ജീവിതത്തെ, അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ഒരു വിശ്വാസ സമൂഹത്തെ പണിതുയർത്തുകയാണ് ചെയ്തത്. മാതാവ് വിശ്വസിച്ച് എന്ത് ചെയ്തു? ആ ഒരു കുടുംബത്തെ, യോസേപ്പ് പിതാവും ഇവർ തമ്മിലുള്ള വിശ്വാസം ഇതെല്ലാം ഉണ്ട്. അതിൽ ഒരു കുടുംബത്തെ പണിതുയർത്തി, അപ്പസ്തോല സമൂഹത്തെ പണിതുയർത്തി, അവരെ ഒരുമിച്ച് ചേർത്തിരുത്തി, പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പസ്തോലന്മാർ കർത്താവിൽ വിശ്വസിച്ച് സഭയെ പണിതുയർത്തി. അപ്പം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിൽ, കാത്തിരിക്കുന്നതിൽ, പണിതുയർത്തുന്നതിൽ എത്രമാത്രം സജീവമാണ് എന്ന് നാം നമ്മോട് ചോദിക്കേണ്ടത്. ആദ്യത്തെ ഒരു ഭാഗം, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസം എന്ന് പറയുന്നത് പ്രമാണാധിഷ്ഠിതമായ വിശ്വാസമുണ്ട്, ആശ്രയപരമായ വിശ്വാസമുണ്ട്, പ്രതീക്ഷാനിർഭരമായ വിശ്വാസമുണ്ട്. ഇതിൽ ഏറ്റവും സജീവമാകേണ്ടത് പ്രതീക്ഷാനിർഭരമായ വിശ്വാസമാണ്. മറ്റൊന്നും വേണ്ടെന്നല്ല, മറ്റെല്ലാം വേണം. ആ വിശ്വാസം നമ്മളെ നഷ്ടപ്പെടുത്താനും കാത്തിരിക്കാനും പണിതുയർത്താനും നമ്മെ സഹായിക്കുന്നു എന്നാണ് ഏറ്റവും ലളിതമായി ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പൊ വിശ്വാസം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രത്യുത്തരമാണ്. അടുത്തത് മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസത്തിന്റെ ഫലമാണ് മാനസാന്തരം. വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴേ മാനസാന്തരം സജീവമാവുകയുള്ളൂ. ഹൃദയം ദൈവത്തിന് സമർപ്പിക്കലാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിലേക്ക് തിരികെയാണ്. ഇന്നുവരെ എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ താല്പര്യത്തിനും ലോകത്തിന്റെ താല്പര്യത്തിനും മറ്റുള്ളവരുടെ താല്പര്യത്തിനും അനുസരിച്ചാണ് ഞാൻ പോയതെങ്കിൽ അവിടെ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മാത്രമുള്ള തിരിയലാണ്, തിരിച്ചുവരവാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്ന ഒരു ജീവിത ശൈലിയാണ്. അതെന്തെങ്കിലും ഒരു കാര്യം അവസാനിപ്പിക്കുന്നത്, അത് നിരന്തരമായി ജീവിതത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു ശൈലിയാണ്. മാനസാന്തരം പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപകരമായ ജീവിതം യേശുവിന് സമർപ്പിച്ച് നമ്മിൽ ജീവിക്കാൻ അവിടുത്തെ അനുവദിക്കുന്നതിലൂടെയാണ് മാനസാന്തരം സംഭവിക്കുന്നത്. അപ്പൊ ഇന്ന് വരെ ഞാൻ എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചെങ്കിൽ ഇന്നു മുതൽ ദൈവം എന്നിൽ ജീവിക്കാനായിട്ട് ഞാൻ അനുവദിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറാനായിട്ട് ഞാൻ അനുവദിക്കുന്നു. ദൈവത്തിന്റെ ഹിതം മാത്രം ഞാൻ ചെയ്യാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. അതിലൂടെയാണ് മാനസാന്തരം സംഭവിക്കുന്നത്. സാവൂൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഏക ദൈവത്തിൽ വിശ്വസിച്ച ആളാണ്, പഠനങ്ങളെല്ലാം അറിയുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അവരെ കൊല്ലുന്നതിൽ, ഇല്ലാതാക്കുന്നതിൽ ജീവിതം അദ്ദേഹം സമർപ്പിച്ചു. അങ്ങനെ അദ്ദേഹം അധികാരപത്രവുമായി മുന്നോട്ട് നീങ്ങുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നശിപ്പിച്ചില്ലാതാക്കാൻ. അങ്ങനെ തന്റെ വിശ്വാസം അനുസരിച്ചുള്ള ഏകദൈവ വിശ്വാസം, യഹോവയാകുന്ന വിശ്വാസത്തിലേക്ക് ആളുകളെ ഉറപ്പിച്ചു നിർത്താനാണ്. അവിടെ വെച്ചാണ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുന്നു. അങ്ങനെ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലൂടെ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ ജീവിക്കാനായിട്ട് പൗലോസ് അപ്പസ്തോലൻ അനുവദിക്കുകയാണ്. അങ്ങനെ അതാ പറയുന്നത്, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. അപ്പൊ അന്നുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് നേരെ തിരിയുകയാണ്. യേശു ക്രിസ്തു ജീവിതത്തിന് കേന്ദ്രമാവുകയാണ്, ഭാവമാവുകയാണ്. അപ്പം ക്രിസ്തുവിന്റെ ജീവിതം എൻ്റെ ജീവിതമാണ്.
എൻ്റെ ജീവിതം ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നതിലേക്കുള്ള ജീവിതത്തിന്റെ വളർച്ചയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ വിശ്വാസവും മാനസാന്തരവും ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടതുപോലെ അത് ജീവിതത്തിന്റെ അവസാനം വരെ തുടരുന്നതും വളരുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ്. സ്വയം പരിശ്രമിച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതം പടുത്തുയർത്തുന്നതല്ല മാനസാന്തരം. ചിലപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. എന്താണത്? ഞാൻ സ്വയം പരിശ്രമിച്ച് എൻ്റെ പാപങ്ങളെല്ലാം അവസാനിപ്പിച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതം ഞാൻ നയിക്കുന്നു, അതാണ് എൻ്റെ മാനസാന്തരം. കഴിഞ്ഞ ദിവസം വരെ പ്രാർത്ഥനയില്ലായിരുന്നു, ഇപ്പൊ ഞാൻ ധ്യാനത്തിനൊക്കെ പോയി, ഞാൻ സ്വയം കുറച്ചും കൂടെ പ്രാർത്ഥിച്ച്, കുറച്ചും കൂടെ ബൈബിൾ വായിച്ച്, കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജീവിതം, ഞാൻ കുടിയൊക്കെ അവസാനിപ്പിച്ച് മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നു. അതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. പാപം ഒഴിവാക്കിയത് കൊണ്ട് മാത്രം മാനസാന്തരമാകുന്നില്ല. ഇന്ന് വരെ നടന്നു വന്ന തിന്മകളെ ഒഴിവാക്കിയത് കൊണ്ട് മാത്രമാകുന്നില്ല. ദൈവത്തിന്റെ നന്മകളെ ജീവിതത്തിൽ വളർത്തിയെടുക്കുക കൂടി ചെയ്യണം. ധാരാളം പുണ്യപ്രവർത്തികൾ ചെയ്തതുകൊണ്ടും മാനസാന്തരമാകുന്നില്ല. പിന്നെ എന്താണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളായി ആഹ്ലാദത്തോടെ ദൈവരാജ്യത്തിന്റെ വിരുന്ന് സ്വയം ആസ്വദിച്ച്, ദൈവരാജ്യത്തിന്റെ വിരുന്ന് ആസ്വദിച്ച് കൂട്ടായ്മയിൽ ജീവിക്കുന്നവരാകണം. അപ്പൊ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവം പറയുന്നതനുസരിച്ച്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക ദൈവമക്കളായിട്ട്. അങ്ങനെ ആ ദൈവരാജ്യത്തിന്റെ വിരുന്ന്, ദൈവരാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും അനുഭവിച്ച് കൂട്ടായ്മയിൽ, ഒറ്റയ്ക്കല്ല, കൂട്ടായ്മയിൽ ജീവിക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് വന്ന് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ആ സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ പങ്കുചേർന്ന് ഒരുമിച്ച് ജീവിക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനുഷ്യനെ, 2 തരം മനുഷ്യനെ കുറിച്ച് വിശുദ്ധ പറയുന്നുണ്ട്. ഒന്ന് ജഡിക മനുഷ്യനാണ്, ഒന്ന് ആത്മീയ മനുഷ്യനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർ നിങ്ങൾ പോകാൻ സമയമാകുന്നതിന് മുമ്പ് ഒന്ന് എന്നെ വിളിച്ചാൽ മതി. 5 മിനിറ്റ് അച്ഛനും സിസ്റ്ററും ഒക്കെ ഉണ്ട് കേട്ടോ, മറന്നു പോകരുത്. എനിക്കിതിൽ സ്ലൈഡെല്ലാം ഉള്ളത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, സമയം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ജഡിക മനുഷ്യൻ എന്ന് പറയുന്ന ആരാണ്? കിരാതനാണ് ജഡിക മനുഷ്യൻ. മാന്യനാണ്, ധാർമ്മികനാണ്, നീതിമാനാണ്. ആത്മീയ മനുഷ്യൻ ആത്മീയമായി ജീവിക്കുന്നവനാണ്. ഓരോന്ന് നോക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകും. കിരാതൻ എന്ന് പറയുന്ന ആരാണ്? കാടനായ മനുഷ്യനാണ്, വികാരമനുസരിച്ച് മാത്രം ജീവിക്കുന്നവനാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടോ അങ്ങനെയൊന്ന്? ഉണ്ട്. ദേഷ്യം വന്നു, പൊട്ടിത്തെറിച്ചു. എനിക്ക് കുറച്ചും കൂടെ ലാഭം ഉണ്ടാവും എന്ന് വിചാരിച്ചു, ഞാൻ നുണ പറഞ്ഞു. വികാരം അനുസരിച്ച് മാത്രം ജീവിക്കുക. നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ഒരു കാടനായ മനുഷ്യനുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വികാരത്തിനനുസരിച്ച് മാത്രം നാം മുന്നോട്ട് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനുണ്ട്. എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, പഴയ ആകാശദൂതങ്ങളുടെ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിൽ ഒരാൾ ധ്യാനം കൂടി മാനസാന്തരപ്പെടാനായിട്ട് പോവുകയാണ്, കുടിയനായ ഒരാൾ. പക്ഷെ ഈ പോന്ന വഴിക്ക് കള്ള് ഷാപ്പെന്ന ബോർഡ് കണ്ടപ്പോ എന്ത് ചെയ്തു? താൻ പോണ്ട വഴി മറന്നിട്ട് നേരെ അവിടെ ഇറങ്ങി കുടിക്കാനായിട്ട് പോയി. വികാരം അനുസരിച്ചാ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, ചുറ്റുമുള്ളവരോടുള്ള ഇടപെടൽ എങ്ങനെയാണ്? എനിക്ക് ദേഷ്യം വന്നു, ഞാൻ പൊട്ടിത്തെറിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവനോട് ഞാൻ മിണ്ടില്ല. ഞാൻ വിചാരിച്ചതുപോലെ എല്ലാ ആൾ എന്നോട് സംസാരിച്ചത്, അതുകൊണ്ട് ഇനി അവനുമായിട്ടൊരു ബന്ധമില്ലെന്ന് അങ്ങ് തീരുമാനിക്കുകയാണ്. ഒരു തരം കാടനായ മനുഷ്യനാണ്. വികാരം അനുസരിച്ച് നമ്മൾ പിള്ളേരെയൊക്കെ ബന്ധുവീട്ടിലൊക്കെ പോകുമ്പോൾ പിള്ളേരോട് കുഞ്ഞു പിള്ളേരോട് പറയാം, അവിടെ ചെന്നിട്ട് കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നരുത്, എല്ലാ സാധനമൊന്നും എടുക്കരുത്, ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ 1-2 എടുക്കാവുള്ളൂ, ഇങ്ങനെ എല്ലാം പറഞ്ഞു വിടും. പക്ഷേ ഈ മനുഷ്യനിൽ കാടനായ മനുഷ്യനുള്ളത് കൊണ്ട് അവിടെ ചെന്ന് ഇത് കാണുമ്പോഴേ പിള്ളേര് 2 കൈ എടുത്ത് വാരി അത് കീശയിലോട്ട്, പിന്നെ വാരി കൈ പിടിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഒരു പ്രതിഫലനമാണ് അവിടെ. നമ്മളൊക്കെ ഈ വികാരം അനുസരിച്ച് ജീവിക്കുകയാണ്. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണോ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. അവിടെ കാണുമ്പോൾ എല്ലാം വാങ്ങണമെന്ന് നമുക്കങ്ങ് തോന്നിപ്പോവുകയാണ്. നമുക്ക് ആവശ്യവും അത്യാവശ്യവും ഒന്നും നോക്കാതെ നമ്മൾ ഇത് വാങ്ങി കൂട്ടുകയാണ്. അപ്പൊ ഒരു കാടനായ മനുഷ്യൻ, വികാരം അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അത് ആത്മീയ മനുഷ്യനല്ല. 2, മാന്യനായ ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നന്മയുള്ള ഒരു നല്ല മനുഷ്യനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്, അല്ലെ? ഇപ്പൊ ഈ കിരാതനായ മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, തനി കിരാതനാണെങ്കിൽ അവൻ വീട്ടിലെടുത്ത ഒരു തോർത്തുമുണ്ടുമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ടൗണിലേക്ക് ഇറങ്ങി വന്നു വരും. അവൻ മറ്റുള്ളവരുടെ മുമ്പിലേക്ക്. പക്ഷെ മാന്യനാകുമ്പോ അവൻ പുറത്തു പോവുകയാണ്. ഞാനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്, അപ്പം കുറച്ചും കൂടെ നല്ല ഡ്രസ്സ് വേണം. അപ്പൊ എന്ത് ചെയ്യും? ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് തേച്ച് മിനുക്കി വൃത്തിയായിട്ട് നമ്മൾ എത്തും. അതിന്റെ ഉള്ളിൽ, ഈ ഡ്രസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയാണെന്നുള്ളതല്ല,
അല്ലെങ്കിൽ നമുക്കൊരാളോട് ദേഷ്യമുണ്ട്, കാടനായ മനുഷ്യൻ ദേഷ്യമുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ പോടാന്ന് പറഞ്ഞ് 4 തെറി പറയും, മദ്യപിച്ചിട്ട് തെറി പറയുന്ന മനുഷ്യൻ. മാന്യനായ മനുഷ്യനാണെങ്കിൽ അല്ലേ, കാടനായ മദ്യപാനിയാണെങ്കിൽ അവൻ കുടിയും കഴിഞ്ഞ് വഴി കിടന്ന് 4 തെറി പറഞ്ഞ് ഉടുതുണി പോലും ഇല്ലാതെ അവൻ കിടക്കും. അവൻ ഭയങ്കര വികാരത്തിന് അടിമയാണ്. പക്ഷെ മാന്യനായ ഒരാൾ മദ്യപിച്ചാൽ അവൻ അങ്ങനെ ഒച്ചപ്പാടും ബഹളവും തെറിയും ഒന്നും ഉണ്ടാക്കില്ല. അവൻ വീട്ടിൽ ചെന്നാലും അവൻ എന്ത് ചെയ്യും? വേറെ ആരും കേൾക്കാതെ വീട്ടിലുള്ളവരെ ചീത്ത വിളിക്കുള്ളൂ. പുറമെ ഇതൊന്നും അറിയില്ല. നമ്മൾ ഒരുപക്ഷെ ധാരാളം ആളുകൾ ഈ മാന്യതയുടെ മുഖം മൂടി ഇങ്ങനെ സൂക്ഷിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഭംഗിയായി നമ്മൾ പ്രത്യക്ഷപ്പെടും. നമ്മൾ വികാരം അനുസരിച്ച് മാത്രമല്ല, ഒരു വിചാരത്തിൽ നിന്നുകൂടെയാണ് അവിടെ ജീവിക്കുക. ആൾക്കാർ എന്തു പറയും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നന്നാവുമോ, ഇങ്ങനെ മാന്യതയുടെ ഒരു മുഖം മൂടി നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറിയ പങ്കും ഈ മാന്യനായ ഒരു മനുഷ്യന്റെ മുഖഭാവത്തോടു കൂടി ജീവിച്ചു പോവുകയാണ്. അതും ആത്മീയ മനുഷ്യനല്ല. സാഹചര്യം അനുകൂലമാകുമ്പോൾ ഈ മാന്യത നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന, നമ്മൾ വിചാരിക്കില്ലേ ആ ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്തോ, ആ സമൂഹത്തിന് മുമ്പിൽ ഇത്രയും വലിയ മാന്യനായിരുന്ന ഇയാളുടെ കയ്യിൽ നിന്നാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില വ്യക്തിത്വങ്ങളുടെ ഇടയിൽ നിന്ന് മോശമായത് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ മാന്യനാണെന്നാ കരുതിയത് ആള്, പക്ഷെ അല്ലല്ലേ. അപ്പൊ ഈ മാന്യത ഇങ്ങനെ ആ മുഖംമൂടിയിൽ ജീവിക്കുകയാണ്. 3, ധാർമ്മികനായ മനുഷ്യൻ അല്ലെങ്കിൽ നീതിമാനായ മനുഷ്യൻ. അദ്ദേഹം ഈ വികാരത്തിനും വിവേകത്തിനും ഒക്കെ അപ്പുറം നിയമം അനുസരിച്ച് ജീവിക്കുകയാണ്. നിയമത്തിന്റെ വഴിയിൽ നിന്ന് അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ചില ആളുകൾ അങ്ങനെയാണ് അല്ലെ. ഞാൻ അപ്പനാണ്, അതുകൊണ്ട് അപ്പൻ എന്ന നിലയിൽ കുടുംബത്തിന്റെ നാഥൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എൻ്റെ കൂടെ ജീവിക്കുന്ന ആരും പോകാൻ പാടില്ല. നിയമത്തിന്റെ അണുവിട വ്യത്യാസമില്ലാതെ ആർക്കെങ്കിലും വിഷമമുണ്ടോ പ്രയാസമുണ്ടോ, അവിടെ ഈ നിയമത്തിന് അപ്പുറത്താണോ ഞാൻ നിൽക്കേണ്ടതെന്ന് നോക്കല്ല. നിയമം അനുസരിച്ച് മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. മനുഷ്യത്വപരമായ ഇടപെടൽ അവർ നടത്തുന്നു എന്ന് അവർ പറയും. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള ഒരാള് എന്ത് ചെയ്യും? കുടിയനായ ഒരാൾ, ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം ആ തരത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മദ്യപാനിയായ കാടനായ ഒരാളാണെങ്കിൽ മദ്യപിച്ചു, കിട്ടുന്ന പൈസയ്ക്ക് മുഴുവൻ പണിയെടുത്തു, അയാൾ പണിയെടുത്ത് കിട്ടിയ പൈസയ്ക്ക് മുഴുവൻ കുടിച്ച് വീട്ടിൽ പോലും എത്താതെ വഴിക്ക് ഒരു ഉടുമുണ്ട് പോലും ഇല്ലാതെ കിടന്നു. ആരൊക്കെയോ സുഹൃത്തുക്കൾ കൂടി എടുത്തുകൊണ്ടൊന്ന് വീട്ടിൽ കിടത്തി. ഇയാൾ തെറിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ നടത്തി, നാട്ടുകാരെല്ലാം അറിഞ്ഞു. അതേസമയം മാന്യനായ ഒരാളാണെങ്കിൽ അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞു, 500 രൂപ കിട്ടി, 10-200 രൂപയ്ക്ക് ഒരു കുപ്പിയൊക്കെ മേടിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം കുടിച്ചു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കമ്പനി കൂടി കുടിച്ചു, വേറെ പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ വന്നു. എന്നാൽ നീതിമാനായ ധാർമ്മികനായ മനുഷ്യനാണെങ്കിലോ, അവൻ ചിലപ്പോൾ കുപ്പി മേടിക്കുന്നത് പോലും മനുഷ്യരാരും അറിയില്ല. കൂട്ടുകാരുടെ കൂടെ പുറത്ത് ആരും ഇരുന്ന് വെള്ളം അടിക്കില്ല, മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ച് എല്ലാവരും ഒക്കെ കിടന്നു കഴിയുമ്പോൾ എടുത്ത് 1 ഗ്ലാസ് പെഗ് അദ്ദേഹം കുടിച്ച്, വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്നില്ലേ, പൈസ ഉണ്ടാക്കുന്നില്ലേ, ഞാൻ എനിക്ക് വേണ്ടി 500 രൂപ ഉണ്ടാക്കിയതിൽ നിന്നൊരു 100 രൂപയ്ക്ക് എല്ലാ ദിവസവും ഒരു ഇച്ചിരി പെഗ് കുടിച്ചതല്ലേ ഉള്ളൂ, അതിൽ തന്നെ കുഴപ്പമിരിക്കുന്നേ, ഞാൻ ആർക്കും ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ, ഞാൻ ആർക്കും പ്രശ്നക്കാരനല്ലല്ലോ, ഞാൻ എല്ലാവർക്കും ഭാര്യയ്ക്ക് വേണ്ട അവകാശങ്ങളും നീതിയൊക്കെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ലേ, മക്കൾക്ക് വേണ്ടത് മക്കൾക്ക് കൊടുക്കുന്നില്ലേ. ഇത്തരത്തിൽ അദ്ദേഹം സംസാരിക്കും. അതാണ് ധാർമ്മികൻ, നീതിമാൻ. നമ്മുടെ ഉള്ളിലും ഈ ധാർമ്മികനുണ്ട്, നീതിമാനുണ്ട്. ഞാനിതെല്ലാം ചെയ്യുന്നില്ലേ, നിയമം അനുസരിച്ചല്ലേ ചെയ്യുന്നത്, ആർക്ക് ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. ഇത്തരത്തിൽ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഇടപെടൽ മുഴുവൻ, ആ വ്യക്തിയുടെ ഇടപെടൽ മുഴുവൻ അത്തരത്തിലായിരിക്കും. ഇത് 3ഉം ആത്മീയ മനുഷ്യനല്ല. ഇവിടെയെല്ലാം മാനസാന്തരം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നാം കണ്ടതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവഹിതം അനുസരിച്ച് ആഹ്ലാദത്തോടെ ദൈവരാജ്യത്തിന്റെ വിരുന്ന് ആസ്വദിച്ച് കൂട്ടായ്മയിൽ ജീവിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആത്മീയ മനുഷ്യനിലേക്ക് നാം വളരണം. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരം കാടനായ മനുഷ്യനിൽ നിന്ന് നീതിമാനായ മനുഷ്യനിലേക്കും അവിടെ നിന്ന് ധാർമ്മികനായ മനുഷ്യനിലേക്കും വളർന്ന് അവിടെ നിന്ന് ആത്മീയ തലത്തിലേക്ക് നാം വളർന്നു വരണം. മാനസാന്തരം അത്തരത്തിലേക്ക് ഇങ്ങനെ പടിപടിയായി വളരുന്ന ഒന്നാണ്. മാനസാന്തരത്തിന് 3 തലമുണ്ട്. ഇപ്പൊ ഈ മാനസാന്തരത്തിലെ 3 തലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ,
ഒന്നാമത്തെ ആൾ എന്ത് ചെയ്യുന്നത്? കാടനായ മനുഷ്യൻ തന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കുന്നു. അവിടെ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കുന്നതിലേക്കുള്ള മാറ്റമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ തലത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം തന്റെ ഇഷ്ടമനുസരിച്ചാണെങ്കിലും ബാക്കിയുള്ളവരെ എല്ലാം ഇങ്ങനെ മുഖംമൂടി വെച്ച് തന്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യമുണ്ട്. സമൂഹത്തിൽ 4 പേരുടെ മുമ്പിൽ നിന്ന് മക്കൾ കാണിച്ച കുറ്റക്കേടിന് 4 വഴക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ചീത്ത വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൊച്ചിന് 4 തല്ലു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാടനായ മനുഷ്യനാണെങ്കിൽ അപ്പം തന്നെ 4 പറയുകയും ചെയ്യും, 4 തല്ലുകയും ചെയ്യും. അതേസമയം കുറച്ചും കൂടെ മെച്ചപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവൻ അവിടെ നിന്നൊന്നും പറയല. അവൻ ആ കൊച്ചിനെ പതുക്കെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി മാറ്റി നിർത്തിയിട്ട് ചെവിയിൽ ചിലപ്പോൾ നല്ല ചീത്തയായിരിക്കും പറയുന്നത്, 4 വഴക്ക് പറഞ്ഞ് കൊച്ചിനെ പേടിപ്പിച്ച് ഇനി ചെയ്യരുതെന്ന് പറയും. അതേസമയം ധാർമ്മികനായ നിയമം അനുസരിച്ച് പോകുന്ന ആളാണെങ്കിൽ ആ കൊച്ചെടുത്ത് 4 ബിസ്ക്കറ്റിൽ നിന്ന് 3 ബിസ്ക്കറ്റും തിരിച്ചു വെപ്പിച്ച് അത് മാത്രമേ നിനക്ക് എടുക്കാൻ അവകാശമുള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം വേണ്ടതാണെന്ന് പറഞ്ഞ് ആ കൊച്ചിന് വിഷമമുണ്ടാവോ, സമൂഹത്തിൽ എല്ലാവരുടെ ഇടയിൽ നിന്ന് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് എൻ്റെ മനസ്സ് പ്രയാസപ്പെടുമെന്നൊന്നും അവിടെ നോക്കില്ല. അവിടെ നിയമം അനുസരിച്ച് ആ കൊച്ചിനോട് വിധി കൽപ്പിച്ച് നടത്തും. ഇവിടെ നിന്നും ദൈവത്തിന്റെ ഹിതം മാത്രം അനുസരിക്കുന്നതിലേക്ക്, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അനുസരിക്കുന്നതിലേക്കുള്ള വളർച്ചയാണ് മാനസാന്തരം. മാനസാന്തരത്തിന് 3 തലമുണ്ട്. ഒന്ന് വ്യക്തിതലമാണ്. വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടി വ്യക്തിപരമായി ദൈവത്തിന്റെ ഹിതം മാത്രം ജീവിതത്തിൽ നിർവഹിക്കാനായിട്ട് ജീവിതത്തെ രൂപപ്പെടുത്തുന്നതാണ്. വ്യക്തിതലത്തിൽ മാനസാന്തരം ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. വ്യക്തിപരമായ ഒരു തലത്തിൽ നിന്ന് മാനസാന്തരം നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയാണ്. കർത്താവിനെ കണ്ടുമുട്ടി വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം സംഭവിക്കുകയാണ്. അവിടെ നിന്ന് കൂട്ടായ്മയുടെ തലത്തിലേക്ക്, കുടുംബം എന്ന കൂട്ടായ്മ, ഇടവക എന്ന കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ തലത്തിലേക്ക് ഈ മാനസാന്തരം വളരുകയാണ്. അവിടെ നിന്ന് സമൂഹ തലത്തിലേക്ക് ഈ മാനസാന്തരം വ്യാപിക്കേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം മദ്യപാനവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറഞ്ഞു വെക്കാം. മദ്യപിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ മനസ്സിലായി, എൻ്റെ ശരീരം ദേവാലയമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്, ഞാനത് കുടിക്കാൻ പാടില്ല, എൻ്റെ ശരീരം നശിക്കുകയാണ്. എൻ്റെ ശരീരം ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ മാത്രമല്ല, അതെൻ്റെ ഭാര്യയുടേതാണ്, എൻ്റെ മക്കൾക്ക് കൂടി ഉള്ളതാണ് എൻ്റെ ശരീരം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? മദ്യപിക്കാൻ പാടില്ലെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ശരീരം ദേവാലയമാണെന്ന തിരിച്ചറിവിൽ നിന്ന് ഈ മദ്യപാനത്തിൽ നിന്ന് മാറുകയാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു മാനസാന്തരത്തിന്റെ തലമാണ്. ആ വ്യക്തി കുറച്ചുകൂടി മാനസാന്തരത്തിൽ ആഴം വരുമ്പോൾ തിരിച്ചറിയുകയാണ്, ദൈവമേ, ഞാൻ മാത്രമല്ല, എൻ്റെ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ദൈവത്തിന്റെ ആലയമാണ്. ഞാൻ എത്രയോ ആളുകളുടെ കൂടെ കൂടിയാണ് മദ്യപിച്ചത്, പലരെയും മദ്യപിക്കാൻ പ്രേരിപ്പിച്ചു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരും ദൈവത്തിന്റെ ആലയമാണ്, അവരുടെ ജീവിതവും നശിക്കാൻ പാടില്ല, അവരും ദൈവരാജ്യത്തിൽ എത്തേണ്ടവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ സുഖപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥന ആരംഭിക്കുന്നു. അദ്ദേഹം തൻ്റെ കൂടെ മദ്യപിച്ച ആളുകളുടെ അടുത്ത് ചെല്ലുന്നു. അവരോടുള്ള ആ സ്നേഹബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ മാറ്റാനായി അദ്ദേഹം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാവധാനം തൻ്റെ കൂടെ മദ്യപിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ആ മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് അവരെ പതുക്കെ പതുക്കെ മാറ്റുകയാണ്. അപ്പൊ ആ കൂട്ടായ്മ, തൻ്റെ കൂടെ മദ്യപിച്ചിരുന്ന എല്ലാവരും മാറി, അവർ ഒരുമിച്ച് വരുന്നുണ്ട്, ഇപ്പോൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. പക്ഷെ അത് പ്രാർത്ഥിക്കാനാണ്, സമൂഹത്തിന് നന്മ ചെയ്യാനാണ്, തങ്ങളുടെ ജീവിതത്തെ തന്നെ സുഖപ്പെടുത്താനാണ്. അത്തരത്തിൽ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു വന്നപ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, നമ്മുടെ കൂടെ കൂടിയിട്ടില്ലെങ്കിലും കൂടുന്നില്ലെങ്കിലും നമുക്കറിയില്ലെങ്കിലും ഈ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യർ മദ്യപിക്കുന്നു. എത്ര സമ്പത്താണ് പോകുന്നത്, എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവർ ഓരോരുത്തരുടെയും ശരീരം ദേവാലയമാണ്. അവരെ എല്ലാം ഇതിന്റെ പിടിയിൽ നിന്ന് മാറ്റുന്നത് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. അങ്ങനെ അവർ സമൂഹത്തിൽ മദ്യപിക്കുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും അടുത്ത് ചെല്ലുന്നു, അവരോട് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സമൂഹത്തെ മുഴുവൻ ആ മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് അവർ മാറ്റുകയാണ്. അപ്പൊ ഈ തലം വ്യക്തിതലത്തിൽ ആരംഭിക്കുന്നു, അത് കൂട്ടായ്മ കുടുംബതലത്തിൽ വളരുന്നു, അത് സമൂഹ തലത്തിലേക്ക് വ്യാപിക്കുകയാണ്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ അവസാനം വരെ അത് തുടരുകയാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനായി ഓരോരുത്തരും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നതിലേക്ക് ഓരോരുത്തരെയും ആഴപ്പെടുത്തലാണ് വ്യക്തിപരമായ തലത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത്. യേശു തൻ്റെ ജീവിതത്തിന്റെ സ്വന്തമാവുകയാണ്. യേശുവിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ വ്യക്തിയെയും സഹായിക്കുന്നു. ഓരോ വ്യക്തികളും അത്തരത്തിൽ ജീവിതത്തെ തിരിച്ചറിയുന്നു.
നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിൽ പങ്കുചേരുന്നത്. അപ്പം കുറേം കൂടി യേശുവിന്റെ ഹിതം, ദൈവത്തിന്റെ ഹിതം മാത്രം ജീവിതത്തിൽ നിവൃത്തിയാക്കാൻ ഞാൻ എന്ന വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ, അത് വ്യക്തിപരമായ തലത്തിലെ മാനസാന്തരമാണ്. കൂട്ടായ്മ. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 2:42 മാമോദിസ സ്വീകരിച്ചവർ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പം ഈ മാനസാന്തരത്തിൽ വളരുമ്പോൾ അത് വ്യക്തിപരമായ ഒരു തലത്തിൽ മാത്രം നിൽക്കുന്നതല്ല, അത് എൻ്റെ ഒരു കൂട്ടായ്മയിൽ, കുടുംബത്തിൽ മാത്രം നിൽക്കുന്നതല്ല, പുറത്തേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ്. ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പഠിക്കുന്നു, തങ്ങൾക്കുള്ളതെല്ലാം ഒരുമിച്ച് പൊതുവായി കരുതുന്നു. ആദിമസഭ ഈ മാനസാന്തരത്തിന്റെ വലിയ ഒരു മോഡലാണ്. ഇന്ന് കിട്ടുന്ന പോലെ സഭാ പ്രബോധനങ്ങൾ, ഇത്രയും പഠനങ്ങളോ ഒന്നും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, പരിശുദ്ധാത്മാവാണ് അവരെ നയിച്ചത്. അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ഒരുമിച്ച് വന്നു. യേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടുമുട്ടിയ മനുഷ്യർ ഒരുമിച്ച് വന്നു. അവർ യേശുക്രിസ്തു നൽകിയ പ്രബോധനം, അപ്പസ്തോലന്മാരിലൂടെ കൈമാറിയ പ്രബോധനം അവർ കേട്ടു. അവർ ഒരുമിച്ച് വന്ന് ബലിയർപ്പിച്ചു. അവർ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ചു. അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി. സ്നേഹവും ക്ഷമയും പങ്കുവെക്കലും എല്ലാം ഫലപ്രദമായി അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരണം. മറന്നു പോകരുത്. ഈ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. നമ്മുടെ കുടുംബം മാനസാന്തരത്തിൽ വളരുമ്പോൾ സ്നേഹവും ക്ഷമയും പങ്കുവെക്കലും എല്ലാം ഫലപ്രദമായി അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയായി കുടുംബം മാറണം. നമ്മൾ ഈ ഒരുമിച്ച് വരുന്നത് നമ്മളൊരു കൂട്ടായ്മയാണ്. ഹോളി ഹോം മിനിസ്ട്രി കൂട്ടായ്മ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയാണ്. ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് വരുമ്പോഴെല്ലാം സ്നേഹവും ക്ഷമയും പങ്കുവെക്കലും എല്ലാം ഫലപ്രദമായി നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കണം. അപ്പൊ അത്തരത്തിൽ ഒരു കൂട്ടായ്മ നമ്മുടെ മാനസാന്തരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഇടയ്ക്ക് നമ്മുടെ കൂടെയുള്ള മിസ്റ്ററിന്റെ മോളുടെ വിവാഹത്തിന് നമ്മൾ എല്ലാവരും കൂടെ സഹായിച്ചു. ഞാൻ പറഞ്ഞത് ഒരിക്കലും ആരും നിങ്ങളൊക്കെ സഹായിച്ചവർ കണ്ടിട്ടില്ല. അവിടുന്ന് ധാരാളം നല്ല ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്നു. അവിടുന്ന് ഇങ്ങോട്ട് വന്നവർ. എന്തുകൊണ്ടാണ്? അതൊരു മാനസാന്തരത്തിന്റെ ഒരു പ്രവർത്തനമാണ്. അവിടെ ഉപയോഗിച്ചതാകാം, 1-2 പ്രാവശ്യം ഉപയോഗിച്ചതാകാം. പക്ഷെ ഇവിടെ നമുക്ക് സഹായകമാണ്. ഇവിടെയുള്ളവർ നമ്മൾ സഹോദരങ്ങളാണ്. അവർക്ക് അത് പ്രയോജനകരമാകും. ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെ കുടുംബങ്ങൾ, നമുക്കറിയുന്ന ആളുകളെയൊക്കെ വന്ന്, എൻ്റെ വീട്ടിലാണ്, ഇവിടെയാണ് വെച്ചത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നു. അവരെല്ലാം നോക്കി, എല്ലാം അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് പറ്റുന്ന ഇതെല്ലാം അവരെടുത്തു. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു ക്ഷമയും സ്നേഹവും ഒക്കെ പങ്കുവെക്കുന്ന ഒരു കൂട്ടായ്മയായി വളരുന്നതാണ് മാനസാന്തരം കൂട്ടായ്മയുടെ തലത്തിൽ എന്ന് പറയുന്നത്. സമൂഹ തലത്തിൽ ലോകത്തെ മുഴുവൻ ദൈവരാജ്യമായി രൂപപ്പെടുത്തുന്നതാണത്. ലോകം മുഴുവൻ ദൈവരാജ്യമാകുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ നമ്മുടെ വ്യക്തിപരമായും നമ്മുടെ കുടുംബപരമായും നമ്മുടെ സമൂഹപരമായും നമ്മൾ ഒരുമിച്ച് സഭാപരമായും ഒക്കെ നിരന്തരം നാം ചെയ്യുന്ന പരിശ്രമമാണ്. അവിടെയാണ് നമുക്ക് വലിയ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ നമുക്ക് ഉണ്ടാവുക. കാരണം ഈ സമൂഹം ദൈവരാജ്യമായി രൂപപ്പെടുന്നതിലേക്കാണ് മാനസാന്തരം ആ വ്യാപകമായ അർത്ഥത്തിൽ ലോകം മുഴുവൻ ദൈവരാജ്യമായി മാറുന്ന അർത്ഥത്തിൽ ഒരു ഇടയനും ഒരു കുടുംബവും ഒരു തൊഴുത്തുമാകുന്ന അനുഭവത്തിലേക്ക് വളരാനായിട്ട് മാനസാന്തരത്തിലൂടെ അല്ലാതെ സാധ്യമാവുകയില്ല. നമ്മൾ വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ ജീവിതത്തിൽ ഇത് കാണാം. പാപ്പ വ്യക്തിപരമായി കർത്താവിനോടുള്ള ബന്ധം നമുക്ക് നിശ്ചയമായും അതറിയാം. തന്നെ വെടിവെച്ച അലി അക്ബർ അദ്ദേഹത്തെ പോയി കാണുന്നു, അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കുന്നു, താൻ പ്രിയപ്പെട്ടവനാണെന്ന് അദ്ദേഹത്തോട് പറയുന്നു. അതെല്ലാം മാനസാന്തരത്തിന്റെ വലിയ ഫലങ്ങൾ പിന്നീട് ഉളവാക്കുന്നത് നമുക്കറിയാം. അപ്പം വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയാം. റോമ 10:9 നാം വായിക്കുന്നതാണ്. നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അധരം കൊണ്ട് യേശു രക്ഷകൻ കർത്താവ് മിശിഹായാണെന്ന് ഏറ്റുപറയണം. സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസമായിരിക്കണം. ഗലാത്യ 5:6 നമ്മൾ വായിക്കുന്നു. വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല, ഇത് പ്രവർത്തന നിരതമാകണം. വാക്കുകളിലും പ്രവൃത്തിയിലും വിശ്വാസം പ്രകടമാകണം, മാനസാന്തരം പ്രകടമാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉള്ളിൽ മാത്രം ഇരിക്കുന്ന കാര്യമല്ല, ഉള്ളിൽ ആരംഭിക്കുന്നത് പുറത്തേക്ക് ഇങ്ങനെ കവിഞ്ഞ് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഹൃദയതലത്തിലെ വിശ്വാസം പ്രധാനപ്പെട്ടതാണെങ്കിലും സ്നേഹപ്രവൃത്തികൾ വഴി വിശ്വാസം പ്രകടമാകുകയും ചെയ്യണം. അപ്പൊ നമ്മുടെ വിശ്വാസം ഹൃദയതലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ വേറെ ആർക്കും ദ്രോഹമോ ഉപദ്രവമോ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ വിശ്വാസം പുറത്തേക്ക് ഒഴുകേണ്ടതാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. സ്നേഹപ്രവൃത്തികൾ വഴി വിശ്വാസം പ്രകടിതമാകേണ്ടതുമാണ്. അപ്പൊ യേശുവിനെ കർത്താവായി ജീവിത സാഹചര്യങ്ങളിലെല്ലാം പ്രഘോഷിക്കാൻ
നാം കണ്ടുമുട്ടുന്ന എല്ലാവരോടും അത് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിലേക്ക് ഈ വിശ്വാസം പ്രകടമാക്കപ്പെടേണ്ടതുണ്ട്. ഇത് കൺക്ലൂഡ് ചെയ്തു വരുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം വഴി ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. എന്താണ് വിശ്വാസം? യേശുക്രിസ്തു എൻ്റെ രക്ഷകൻ, എന്നെ രക്ഷിച്ചു കഴിഞ്ഞു എന്നതാണ് വിശ്വാസം. അപ്പൊ യേശുവിനെ ഏകരക്ഷകനായി ഏറ്റുപറയുക, രക്ഷയ്ക്കായുള്ള മറ്റു മാർഗങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എങ്കിലും നമുക്ക് തോന്നും യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് പറയുമ്പോഴേ എൻ്റെ ജോലിയല്ലേ എന്നെ രക്ഷിക്കുന്നത്, എനിക്ക് കിട്ടുന്ന ശമ്പളമല്ല എന്നെ രക്ഷിക്കുന്നത്, എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഒക്കെ ചെയ്യുന്ന ജോലിയും അതിലൂടെ കിട്ടുന്ന സമ്പത്തും വഴിയല്ലേ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. ഇങ്ങനെ രക്ഷയ്ക്ക് ബാക്കി ഒരുപാട് മാർഗങ്ങൾ നമ്മൾ കാണും. എൻ്റെ ഭർത്താവല്ലേ എന്നെ രക്ഷയ്ക്ക് സഹായിക്കുന്നത്, എൻ്റെ മക്കളല്ലേ സഹായിക്കുന്നത്, ബന്ധുക്കളല്ലേ സഹായിക്കുന്നത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ സഹായിച്ച് അമേരിക്കയിൽ എത്തിയതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ഇങ്ങനത്തെ ധാരാളം ചിന്ത നമുക്കുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു യേശുക്രിസ്തു വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ യേശു എന്നെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന തിരിച്ചറിവിൽ നിന്ന് രക്ഷയ്ക്കായുള്ള മറ്റു മാർഗങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തു ആണ് എൻ്റെ രക്ഷകൻ എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും സാത്താനെയും അവന്റെ ആഡംബരങ്ങളെയും പരിപൂർണമായി ഉപേക്ഷിക്കുന്നതിലേക്കാണ് ഈ വിശ്വാസം നമ്മളെ വളർത്തിയെടുക്കുന്നത്. അപ്പൊ ഇനിയും നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കേണ്ടതുണ്ടോ, എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഞാൻ തിരിച്ചറിയുക കൂടി ചെയ്യണം. മാനസാന്തരം എന്താണ്? അത് ദൈവത്തിന്റെ പക്കലേക്ക് തിരിയാൻ നമ്മെ സഹായിക്കുന്നതാണ് മാനസാന്തരം. യേശു എൻ്റെ കർത്താവാണ്. ഇന്നലെ വരെ യേശു അല്ലായിരുന്നു, ഞാനായിരുന്നു എൻ്റെ കർത്താവ്, അല്ലെങ്കിൽ തിന്മയായിരുന്നു, ലോകമായിരുന്നു എൻ്റെ കർത്താവ്. പക്ഷെ ഇപ്പൊ യേശു എൻ്റെ കർത്താവാണ്. യേശുവിനെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുടെയും നാഥനായി പ്രഖ്യാപിക്കുക, വ്യവസ്ഥകൾ കൂടാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവിടുത്തെ ഭരണത്തിനായി വിട്ടുകൊടുക്കുക. യേശുക്രിസ്തു ഭരിക്കാൻ എന്നെയും എൻ്റെ ജീവിതത്തെയും എനിക്കുള്ളവയെയും എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കഴിഞ്ഞ യേശുവിൻ്റെ ഇതിൽ പറഞ്ഞ ഒരു കഥ ഓർമ്മയുണ്ടാകും. പിശാച് വാതുക്കൽ വന്ന് മുട്ടുന്നു. അപ്പൊ പിശാചിനെ തോൽപ്പിക്കാൻ യേശുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരാളുടെ കഥ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഓർമ്മയുണ്ടാകും. അപ്പൊ യേശുവിനെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ പിശാച് വാതിലെ മുട്ടി തുറന്നു നോക്കിയപ്പോഴത്തെ യേശുവാണ്. പിശാച് പറഞ്ഞ് എനിക്ക് വീട് മാറിപ്പോയി. വീട്ടുടമസ്ഥൻ മാറിയാൽ ബാക്കിയെല്ലാം മാറും. ഇപ്പോഴും നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ നമ്മളാണ്. ഇത് ആരുടെ കുഞ്ഞാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞാണെന്ന് പറയും. ഇത് ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിത പങ്കാളിയാണെന്ന് പറയും. എല്ലാം എൻ്റെതെന്ന് പറയുന്നതിൽ നിന്ന് എല്ലാം എൻ്റെ ദൈവത്തിൻ്റെത് എന്ന് പറയുന്നതിലേക്കുള്ള വളർച്ചയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ സഭാ പ്രബോധനങ്ങൾ കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രി ലേഖനം അതിന്റെ 46 നാം വായിക്കുന്നു. ആരെങ്കിലും വായിക്കാവോ? അച്ഛാ, പോകേണ്ട സമയമായോ? രക്ഷകൻ ഇച്ചിരി ഉണ്ട്, ഒരു 10 മിനിറ്റ് കൂടി. 10 ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഞാനിത് അവസാനിപ്പിച്ചു. ഓക്കെ, വായിച്ചു ചേച്ചി. മാനസാന്തരം പ്രകാശിതമാകുന്നത് സമഗ്രവും അടിസ്ഥാനപരവുമായ വിശ്വാസത്തിലാണ്. മാംസ നിബന്ധമായ ജീവിതത്തിൽ നിന്ന് അരൂപിക്ക് അനുസരണമായ ജീവിതത്തിലേക്ക് റോമ 8:13 നിരന്തര പരിവർത്തനം അത്യാവശ്യപ്പെടുകയും ചെയ്യുന്നു. സിസ്റ്ററാണ് വായിച്ചല്ലേ? അതെ. കാണത്തില്ല. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? വളരെ കൃത്യമായി ഇവിടെ പറയുകയാണ്. വിശ്വാസത്തിലൂടെയാണ് മാനസാന്തരം പ്രകാശിതമാകുന്നത്. സമഗ്രവും അടിസ്ഥാനപരവുമായ വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാതെ അവനിൽ സമ്പൂർണമായ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാതെ മാനസാന്തരം പ്രകാശിതമാവുകയില്ല. അപ്പൊ മാംസ നിബദ്ധമായ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ, ശരീരത്തിന്റെ, ഈ ലോകത്തിന്റെ വികാരത്തിൽ നിന്ന് ആത്മാവിന്റെ അരൂപിയുടെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നതാണ് അത്. 46 എന്താ വായിക്കുന്നത്? ദൈവവചന പ്രഘോഷണത്തിന്റെ ലക്ഷ്യം ക്രിസ്തീയ മാനസാന്തരമാണ്. വിശ്വാസം വഴി സുവിശേഷത്തോടും യേശു ക്രിസ്തുവിനോടുമുള്ള ആത്മാർത്ഥവും സമ്പൂർണവുമായ ഒട്ടിച്ചേരലാണത്. എന്ത് ഭംഗിയായിട്ടാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെ? വിശ്വാസം വഴി സുവിശേഷത്തോടും യേശു ക്രിസ്തുവിനോടും ആത്മാർത്ഥമായും സമ്പൂർണമായും ഒട്ടിച്ചേരുകയാണ്. ഇതിനെ ഒട്ടിച്ചേർന്നാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അത്രയും ഒട്ടിച്ചേരാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് ഈ ഒട്ടിച്ചേരലിൽ നിന്നാണ്. പിന്നെ അതുകൊണ്ട് അപ്പസ്തലൻ പറഞ്ഞു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. നിങ്ങൾ എന്നെ നോക്കിയിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ അനുകരിക്കുന്ന അത്രയും ഒട്ടിച്ചേർന്ന് നിന്നതാണ്. അപ്പൊ അതിലേക്കുള്ള നമ്മുടെ വളർച്ചയാണ് നമ്മുടെ പ്രത്യുത്തരം എന്ന് പറയുന്നത്. ഇത് ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചോ?
മാനസാന്തരം ഒരു സമ്മതമാണ്, വ്യക്തിപരമായ തീരുമാനത്തോടെയുള്ള ഒരു സമ്മതം. യേശുക്രിസ്തുവിന്റെ പരമമായ രക്ഷയോടുള്ള സമ്മതം. അതോടെ അവിടുത്തെ ശിഷ്യത്വത്തിലേക്ക് വരികയും ചെയ്യുന്നു. മാനസാന്തരം എന്ന് പറയുന്ന സമ്മതമാണ്. എന്ത്? ഇനി ഞാനല്ല, യേശുക്രിസ്തു എന്നിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കലാണ്. അത് വളരെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. വെറുതെ ഒരു ധ്യാനത്തിന് കൂടി ഇങ്ങനെ ഇരുന്ന് കേട്ടപ്പോൾ ഉണ്ടായ വെറും ഒരു വൈകാരികമായ ഒരു കാര്യമല്ല. വളരെ ബോധപൂർവം യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തു, മഹത്വീകരിക്കപ്പെട്ടു, എന്നെ രക്ഷിച്ചു കഴിഞ്ഞു, അവനോട് കൂടെ നിൽക്കാതെ എനിക്ക് രക്ഷ സ്വന്തമാക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ എന്നെ പരിപൂർണമായി യേശുക്രിസ്തുവിന് സ്വയം സമർപ്പിക്കുന്ന ഒരു സമ്മതമാണത്. നമ്മൾ അങ്ങനെ വളരെ വ്യക്തിപരമായ ബോധപൂർവം അങ്ങനെ ഒരു സമ്മതം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ആ സമ്മതത്തിൽ നമ്മൾ വളരുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ പരമമായ രക്ഷയോടുള്ള സമ്മതം, ആ സമ്മതം നമ്മളെ അവിടുത്തെ ശിഷ്യത്വത്തിലേക്ക് വളർത്തും. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ വളരാനായിട്ട് സ്വയം നമ്മൾ തീരുമാനമെടുക്കുന്ന ഈ സമ്മതം കൊടുക്കുന്നതിലൂടെയാണ്. അനുദിനം എന്റെ കുരിശുമെടുത്ത് എന്റെ ശിഷ്യനാകാതെ, നിങ്ങൾ എന്റെ കൂടെ വരാതെ നിങ്ങൾക്ക് എന്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. അപ്പൊ യേശുക്രിസ്തു, നമ്മൾ വെറുതെ ഒരു മാംസം സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയാകുന്നതിലേക്കല്ല ഈ മാനസാന്തരം നമ്മളെ വളർത്തുന്നത്. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം ആഴപ്പെട്ട് മാനസാന്തരത്തിൽ വളരുമ്പോൾ നമ്മൾ അവിടുത്തെ ശിഷ്യത്വത്തിലേക്ക് വളരുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസവും മാനസാന്തരവും എന്ന് പറയുന്നത് സമ്പൂർണമായ സമർപ്പണമാണ്. എൻ്റെ വഴികളിൽ നിന്ന്, തിന്മയുടെ വഴികളിൽ നിന്ന്, ലോകത്തിന്റെ വഴികളിൽ നിന്ന് ദൈവത്തിന്റെ വഴികളിലേക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മാത്രം എൻ്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അത് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ദൈവത്തിന്റെ ഹിതം മാത്രം അനുവർത്തിക്കുന്നതിലേക്ക് ഞാൻ ശ്രദ്ധിക്കുകയും ദൈവഹിതമാണോ എന്ന് നിരന്തരം അന്വേഷിക്കുകയും ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ ആ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്.